ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുപ്പതിയിലേക്കുള്ള യാത്രയിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഞങ്ങൾ PS4 എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് കഴിക്കാൻ കയറിയത്. ശ്രീനിവാസ് സേതു ബ്രിഡ്ജിൻ്റെ താഴെയുള്ള ഒരു ഹോട്ടലാണിത്. നല്ലൊരു ഹോട്ടലാണ്, വെജ് ഹോട്ടലാണ്, പ്യുവർ വെജ് ഹോട്ടൽ. ഇവിടുത്തെ ദോശയാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എല്ലാം നല്ലൊരു ടേസ്റ്റാണ് ഇവിടുത്തെ ആഹാരം. പിന്നെ ആ ഹോട്ടലിൽ തന്നെയുള്ള അവിടെ തന്നെയുള്ള ഒരു ചെറിയ ബേക്കറിയാണ് അവരുടെ തന്നെ, PS4ൻ്റെ തന്നെ. ഒരുപാട് നല്ല സ്വീറ്റ്സും ഒക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ അവിടുത്തെ അന്നത്തെ സ്പെഷ്യലാണ്. ഉണ്ടല്ലേ ഒരു സ്വീറ്റ്സും എല്ലാം ഒരു 35 എണ്ണം ഒരു പാക്കിലുള്ളത്, അങ്ങനത്തെ സ്വീറ്റ്സാണ്. എല്ലാത്തിനും നല്ല കത്തിയാണ്, നല്ല റേറ്റാണ് അവിടുത്തെ ഓരോ സ്വീറ്റ്സിനും. ചിപ്സ്, മുറുക്ക്, പല സ്വീറ്റ്സായി ജിലേബി നമ്മുടെ ഇവിടെ തന്നെ ഉള്ളത് തന്നെ. പക്ഷെ നല്ല ടേസ്റ്റാണ് അവിടുത്തെ. ഞങ്ങൾ ഒരു പീസ് മേടിച്ച് കഴിച്ചായിരുന്നു. നല്ലതാണ് അവിടുത്തെ സ്വീറ്റ്സൊക്കെ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ തിരുപ്പതി ക്ഷേത്രത്തിലാണ് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത്. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ശ്രീനിവാസ സേതു ബ്രിഡ്ജിൻ്റെ താഴെ കൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ AC ഇലക്ട്രിക് ബസ്സും ഉണ്ട്, സാധാ ബസ്സും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. നല്ലൊരു ഓട്ടോറിക്ഷ ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോയി വിട്ടതും. എല്ലാ ഓട്ടോറിക്ഷ ചേട്ടൻ തന്നെയാണ്. അല്ലേ, AC ഇലക്ട്രിക് ബസ്സാണ് അവിടുത്തെ. അവിടെ നിന്ന് കഴിഞ്ഞു. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമാണ് അവിടെ. അഡൽട്സിനാണെങ്കിൽ 90 റുപ്പീസും ചിൽഡ്രൻസിനാണെങ്കിൽ 50 റുപ്പീസുമാണ്. വേണമെങ്കിൽ നമുക്കിത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് എടുക്കാം. അപ്പ് ആൻഡ് ഡൗൺ എടുക്കുകയാണെങ്കിൽ ഒരാൾക്ക് 160 ആണ്. ചിൽഡ്രൻസിനാണെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ 90. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ വണ്ടി കയറുകയാണ്. ഇപ്പോൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. നിങ്ങൾ പോകുമ്പോൾ ഒരു കുപ്പി വെള്ളവും കൂടെ കൊണ്ടുപോകുക. തിരുമലയിലെത്തുമ്പം അവിടെ പ്ലാസ്റ്റിക് കുപ്പിയൊന്നും അലോഡല്ല. അതുകൊണ്ട് ഒരു കുപ്പി വെള്ളം കയ്യിൽ കരുതി വേണം പോകാൻ. നല്ല ചൂടാണ് ഇപ്പോഴവിടെ ഉണ്ട്. അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ചില്ല് കുപ്പിക്കകത്താണ് നമുക്ക് വെള്ളം കിട്ടുക. അത് ഒന്നെങ്കിൽ അവിടെ തന്നെ തിരിച്ചു കൊടുക്കണം. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളം
കയ്യിൽ കരുതേണ്ടത് നല്ലതാണ്. നമുക്ക് തിരുമലയിലേക്ക് പോകാനും ഒരു വഴി, ഇറങ്ങാനും ഒരു വഴിയാണ്. അങ്ങോട്ടേക്ക് പോകാൻ ഏകദേശം 40 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയാണ് എടുക്കുക. ഇപ്പോൾ ഇവിടെ AC ഇലക്ട്രിക് ബസ്സിൻ്റെ ഫെയർ വരുന്നത് അഡൽട്ട്സിനാണെങ്കിൽ 110 രൂപയും ചിൽഡ്രൻസിനാണെങ്കിൽ 80 രൂപയാണ്. അത് അപ്പ് ആൻഡ് ഡൗൺ എടുക്കുവാണെങ്കിൽ അഡൽട്ട്സിന് 200 രൂപയും ചിൽഡ്രൻസിന് 150 രൂപയും ആവുന്നു. റോഡിൽ നല്ല ട്രാഫിക്കാണ്, നല്ല ഹോണും ബഹളവും. അതെല്ലാം കൊണ്ടാണ് ഞാൻ അവിടെ ഓഡിയോ കട്ട് ചെയ്യുന്നത്. തിരുമലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രീനിവാസ സേതു ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ പോകുന്നത്. അല്ല, ഇവിടുത്തെ പുതിയ ബ്രിഡ്ജാണ്. പണി കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷം അങ്ങോട്ടാകുന്നതേ ഉള്ളൂ. അതിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത്. പോകുമ്പോൾ വണ്ടിക്ക് നല്ല കുലുക്കമാണ് ഇവിടെ. അതുകൊണ്ട് വിഷ്വൽസൊക്കെ കുറച്ച് ഗ്ലിച്ചിങ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ 483 കിലോമീറ്റർ മാറി ഉള്ള ഒരു സ്ഥലമാണ് തിരുപ്പതി. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു ടെമ്പിളാണ് തിരുപ്പതി. വെങ്കടാചലപതിയാണ് അവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തന്നെ കലിയുഗത്തിൽ ഭഗവാൻ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. അതുമാത്രമല്ല, തിരുപ്പതിയെ കലിയുഗം, വൈകുണ്ഠത എന്നൊക്കെ വിളിപ്പേരിലും അറിയപ്പെടാറുണ്ട്. അതുമാത്രമല്ല, ഭഗവാനെ വേറെ പേരുകളിലും അവിടെ അറിയപ്പെടാറുണ്ട്. ബാലാജി, ഗോവിന്ദ, ശ്രീനിവാസ എന്നീ പേരുകളിലും അവിടെ അറിയപ്പെടാറുണ്ട്. ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് തിരുപ്പതി തിരുമല ദേവസ്വം എന്ന് പറഞ്ഞ ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്. പഞ്ചക്ഷേത്രങ്ങളിൽ ഒന്നായ ക്ഷേത്രമാണ് ഈ തിരുപ്പതി എന്നറിയപ്പെടുന്നത്. 7 മലകൾക്ക് മേലെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രം പണി കഴിപ്പിച്ചത് തോണ്ടമാൻ രാജവംശത്തിലെ തോണ്ടമാൻ കിങ് എന്ന രാജാവാണ്. പണി ആരംഭിച്ചത് 300 CE തൊട്ടെന്നാണ് വിശ്വാസം. ഈ കാണുന്നത് നമ്മൾ തിരുമലയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമുക്കൊന്നെങ്കിൽ തിരുപ്പതി നമുക്ക് ബസ്സോ ഒരു ടാക്സി, നമ്മുടെ കാറ് അങ്ങനെ പോകാം. അല്ലെങ്കിൽ നമുക്ക് നടന്നു പോകാനുള്ള വഴിയുമുണ്ട്. ഒന്ന് ശ്രീവാര്യം വഴിയും ഒന്ന് അലിപിരി വഴിയും. അലിപിരി വഴിയാണെങ്കിൽ 3500 സ്റ്റെപ്സുള്ള വഴിയാണ്. അത് കുറേ നടക്കാനുമുണ്ട്, കുറേ നേരവും എടുക്കും എത്താൻ. മറ്റ് ശ്രീവാര്യം വഴിയാണെങ്കിൽ നമുക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്താം. 2000 സ്റ്റെപ്സേ ഉള്ളൂ. ആ നേരത്തിനുള്ളിൽ നമുക്ക് തിരുമലയിലെത്താം. അപ്പോൾ ഇതാണ് അവിടുത്തെ എൻട്രൻസ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ചെക്കിങ്. നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ പ്ലാസ്റ്റിക് കുപ്പി, നോൺ വെജ് ഐറ്റംസ് അങ്ങനെയൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. നമ്മുടെ കയ്യിൽ സാധാരണ പ്ലാസ്റ്റിക് കുപ്പിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർ കളയുന്നതാണ്. അത് വെള്ളമുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അവരെടുത്ത് മാറ്റുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ്.
അപ്പോൾ നമ്മൾ വീണ്ടും തിരിച്ച് ബസ്സിൽ കയറിയിരിക്കുകയാണ്. വീണ്ടും ഇവിടെ നിന്ന് തിരുമലയിലേക്ക് പോവുകയാണ്. വണ്ടി നമ്പർ ഡ്രൈവർ വലിയ കൂട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം അങ്ങോട്ട് ചിരിച്ചപ്പോഴും ഇങ്ങോട്ട് നോക്കിയൊരു ശരിയില്ല. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. ഇവിടെ ഫ്രീ വാട്ടറാണ് കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് അവിടെ നിന്ന് വെള്ളം എടുക്കാം. ഇപ്പം ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെടുകയാണ്. ഇനി അങ്ങോട്ടേക്ക് 1 മണിക്കൂറാണ് തിരുമലയിലെത്താൻ യാത്ര സമയം.
അപ്പോൾ നമ്മൾ തിരുമലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഏപ്രിൽ 14 ആണ് നമുക്ക് ദർശനം കിട്ടിയിരിക്കുന്നത്. വിഷുവിൻ്റെ അന്ന് തന്നെയാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു ചെറിയൊരു ഗാർഡൻ കണ്ടപ്പോഴെടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ചെരുപ്പ് ഇവിടെയാണ് ഇട്ടിട്ട് പോയത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെരുപ്പ് വെക്കാൻ വേറെ അങ്ങോട്ട് പോകുമ്പോഴും സ്ഥലമുണ്ട്, അവിടെയും വെക്കാം. കണ്ടില്ലേ, ഇതാണ് തിരുപ്പതിയുടെ ഫ്രണ്ട് ഭാഗം. ഞങ്ങൾക്ക് ദർശനം രാത്രിയാണ്. പക്ഷേ ഞങ്ങൾ അന്നത്തെ ദിവസം നമുക്ക് ഏത് സമയത്ത് വന്നാലും നമുക്ക് ദർശനത്തിന് കയറാവുന്നതാണ്. അതിനൊന്നും ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഞങ്ങളൊരു 11:30-12 മണി സമയത്താണ് ദർശനത്തിന് കയറിയത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഫോൺ ഡെലിവറി ചെയ്ത സ്ഥലം. നമുക്ക് ഫോൺ വെക്കുന്ന സ്ഥലം അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നതല്ല, അതൊക്കെ അകത്താണ്. ഇവിടെ നിന്നും ക്യാമറ ഷൂട്ടിങ്ങൊന്നും അലോഡല്ല. അവിടുത്തെ ഒരു ചെറിയൊരു ഡ്രോയിങ് ആണ്, നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തത്, നിങ്ങൾക്കും കാണിച്ചു തന്നതുകൊണ്ടാണ്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു കീ ചെയിൻ മേടിച്ചായിരുന്നു. കൊള്ളാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. അവിടെ നിന്ന് തന്നെ നമുക്ക് ലഡ്ഡു കൗണ്ടറൊക്കെ ഉണ്ട് അവിടെ തന്നെ, അവിടുത്തെ പ്രസാദം. അതൊന്നും പക്ഷേ അന്നേരം ഫോൺ കയ്യിലില്ലായിരുന്നു. പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനും തിരിച്ച് പറ്റില്ല, അതുകൊണ്ടാണ് അന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ്. അങ്ങോട്ട് തിരിച്ച് തിരുപ്പതിയിലേക്ക് പോകുമ്പോഴും കറക്റ്റ് 40 മിനിറ്റ് തൊട്ട് 1 മണിക്കൂർ വരെയാണ് യാത്ര. പക്ഷേ വരുമ്പോൾ വേറെ വഴിയാണ് നമ്മൾ വരിക. ഇതാണ് നമ്മൾ അലിപിരി വഴിയുള്ള നടന്നു വരുന്ന വഴിയാണത് കാണുന്നത്, സൈഡിൽ കാണുന്നത്. അതുവഴിയാണ് നമ്മൾ തിരുമലയിലെത്തുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. അവിടെ ഒരു ഹനുമാൻ ചെറിയൊരു ക്ഷേത്രമുണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കൃത്യമായി എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഗോവിന്ദരാജ് ടെമ്പിളിൻ്റെ മാർക്കറ്റിൽ എത്തി. അവിടെ ഞങ്ങളൊരു കട കണ്ടായിരുന്നു, ശ്രീലക്ഷ്മി ഫാൻസി സ്റ്റോർ. അപ്പോൾ അവിടെ ഇങ്ങനെ ഭഗവാന് അലങ്കരിക്കാനായ സാധനങ്ങൾ, കിരീടം, ചന്ദനം, പൊട്ട്, അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ളൊരു അമ്പലത്തിൽ കൊടുക്കാനായിരുന്നു ഞങ്ങൾ അവിടെ കയറിയത്. അങ്ങനെ ഒരുപാട് അങ്ങനത്തെ സാധനങ്ങൾ, മാല, അങ്ങനത്തെയൊക്കെ അവിടെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടനാണ് ആ കടയുടെ ഓണർ. ഇതാണ് അവിടുത്തെ കാർഡ്. കണ്ടില്ലേ, ഈ സാധനങ്ങളാണ് ഞങ്ങൾ വാങ്ങിയത്. അല്ല, ശിവൻ്റെ പൊട്ട്, വിഷ്ണുവിൻ്റെ നാമം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ബാക്കി ഇതൊക്കെയാണ് അവിടുത്തെ സാധനങ്ങൾ, മാല. നല്ല കടയാണ്. ഞങ്ങൾക്ക് ഡിസ്കൗണ്ടിലാണ് സാധനങ്ങളൊക്കെ തന്നത്.
ഞങ്ങൾക്ക് എത്ര 1500 രൂപയ്ക്ക് എന്താ മേടിച്ചപ്പം 1300 1200 രൂപയ്ക്കാണ് തന്നത്. ഇങ്ങനത്തെ ഒരു കടയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങൾ മേടിക്കാനാണെങ്കിൽ ഗോവിന്ദരാജ് ടെമ്പിളിൻ്റെ മാർക്കറ്റിലുള്ള ഒരു കടയാണിത്. അപ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ ആരും കയറാൻ മറക്കല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് ഗോവിന്ദരാജ് ടെമ്പിളിൻ്റെ പുറത്തത്തെ സ്ട്രീറ്റ് വ്യൂ ആണ്. അവിടെ കുറേ പൂക്കളുടെ കടയും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. ഒരുപാട് പൂക്കളുടെ കടയുണ്ട്. ആണല്ലേ. രാമരാജിൻ്റെ കടയുണ്ട് അവിടെ. മല്ലിപ്പൂവ്, തുളസി, റോസ, ജമന്തി എല്ലാം ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു ഹനുമാൻ്റെ ക്ഷേത്രം കണ്ടായിരുന്നു. 4 മുഖമുള്ള 4 സൈഡിലേക്കുള്ള ഒരു ഹനുമാൻ്റെ ക്ഷേത്രം. അവിടെ വഴിയിൽ തന്നെയുള്ളൊരു അമ്പലമാണത്, ചെറിയൊരു അമ്പലം ഇല്ലേ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു മധുരമുള്ള ചക്ക മേടിച്ചു കഴിക്കാനായി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് അടുത്ത ദിവസം പോവുകയാണ്. അതിന് മുമ്പ് അന്ന് രാവിലെ ഞങ്ങളൊരു കടയിൽ കയറിയായിരുന്നു. ലേപക്ഷി ഹാൻഡിക്രാഫ്റ്റ്, ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ കീഴിലായ ഒരു ഹാൻഡിക്രാഫ്റ്റ് കടയാണിത്. ഉണ്ടോ, ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തമ്പനയിലായി ഇട്ട ഫോട്ടോ. മഹാവിഷ്ണുവിൻ്റെ വെങ്കടാചലപതി.
ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ അഗർബത്തീസ്, ഡ്രസ്സ്, ചെറിയ മുണ്ട്, സാരി, ഇങ്ങനത്തെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങൾ ഇതെല്ലാമാണ് ഈ ലേപക്ഷിയിലുള്ളത്. ആന്ധ്രാപ്രദേശ് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഹാൻഡിക്രാഫ്റ്റ് കടയാണിത്. അപ്പോൾ ഈ കട സ്ഥിതി ചെയ്യുന്നത് വിഷ്ണു നിവാസത്തിലാണ്. അപ്പം ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഇത് വിഷ്ണു നിവാസത്തിലാണ് ഈ കട ഉള്ളത്, ലേപക്ഷി. അതുമാത്രമല്ല ഇവർക്ക് ഗോവിന്ദരാജ് ടെമ്പിളിൻ്റെ അവിടെയുമുണ്ട് കട. പക്ഷേ ഇപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ആ കട ഇപ്പോൾ റിനോവേഷനിലാണ്, അതുകൊണ്ട് അതിപ്പോൾ ക്ലോസ് ആണ്. ഇപ്പോൾ എനിക്കറിയാവുന്നത് വിഷ്ണു നിവാസത്തിലാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അന്ന് ഉച്ചയ്ക്കാണ് ഞങ്ങൾക്ക് റെനിഗുണ്ടയിൽ നിന്നാണ് ട്രെയിന്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെയും ഈ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമും അന്ന് കഴിച്ച് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ സ്റ്റേഷനിലിരുന്നപ്പോഴാണ് ഒരു വന്ദേ ഭാരത് വന്നത്. സെക്കന്ദരാബാദ് തിരുപ്പതി 12ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് വരുന്നത്. അപ്പോൾ വരുന്നത് ഇതിപ്പം റെനിഗുണ്ട സ്റ്റേഷനിലാണ് ഈ വന്ദേ ഭാരത് വരുന്നത്. ഇതിൽ നല്ല ഡിമാൻഡ് ആയതുകൊണ്ടും നല്ല ഇതായതുകൊണ്ടും 8 കോച്ചസ് ഉള്ള ഈ വന്ദേ ഭാരത് 16 കോച്ചസ് ആക്കിയിരിക്കുകയാണ്. ചെന്നൈ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിന്ന് നിർമ്മിതമായ ട്രെയിനാണ് ഇതിൻ്റെയും ഈ വന്ദേ ഭാരത്. ട്രെയിൻ നമ്പർ ഞാൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തിരുപ്പതി യാത്രയുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. എനിക്ക് തിരിച്ചു വരുന്നതിൻ്റെ വിഷ്വൽസും എടുത്തതല്ല എൻ്റെ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു വിഷ്വൽസ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. പക്ഷേ കന്യാകുമാരി എക്സ്പ്രസ്സിൻ്റെ ട്രെയിൻ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അപ്പോഴതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ വെച്ച് എനിക്ക് ഇവിടെ വെച്ച് അവസാനിക്കേണ്ടി വരികയാണ്. ഇതിന് നല്ലൊരു വീഡിയോ ആയി തിരിച്ചു വരാമെന്ന പ്രതീക്ഷയോടെ ബൈ.